നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇനി വരാനിരിക്കുന്ന LDC എക്സാമിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഈ ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ 3-4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത്രയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് കൃതി, എഴുത്തുകാർ, ഏത് ലാംഗ്വേജ് എന്നതാണ്. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബംഗാളി, കറക്റ്റ് ആണ്. നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര, ബംഗാളി, കറക്റ്റ്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോർ, ബംഗാളി, കറക്റ്റ്. ഇവിടെ 4ാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, രംഗഭൂമി പ്രേംചന്ദ്, ബംഗാളി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. രംഗഭൂമി പ്രേംചന്ദ് ആണ് രചിച്ചത്. ഭാഷ ഹിന്ദിയാണ്. ഭാഷ ഏതാ? ഹിന്ദി. അപ്പോൾ ഇവിടെ റോങ് ആയിട്ട് ചേർത്തിരിക്കുന്നത് only 4 ആണ്. only 4. അപ്പോൾ 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ, സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്ററിൽ കൃതികൾ, എഴുത്തുകാർ, അവരുടെ ഭാഷ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഗോര, ഗീതാഞ്ജലി. ഗോർ അവിടുന്ന് തന്നെ ഗോര കിട്ടുമല്ലോ. അപ്പോൾ ഗോര, ഗീതാഞ്ജലി എന്നിവ രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഏതാ ഭാഷ? ബംഗാളി ഭാഷ. ബംഗാളി ഭാഷ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചതാരാ? മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ്. അതിലെ രംഗഭൂമിയാണ് PSC ചോദിച്ചത്. അപ്പൊ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചത് പ്രേംചന്ദ് ആണ്. ഭാഷ ഏതാ? ഹിന്ദിയാണ്. ഹിന്ദി. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. ഏതാ ഭാഷ? തമിഴ്. അപ്പൊ തമിഴ് ഭാഷയിൽ സുബ്രഹ്മണ്യ ഭാരതി രചിച്ച കൃതികളാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നിവ. ഉറുദു ഭാഷയിൽ അൽതാഫ് ഹുസൈൻ ഹാലി രചിച്ച കൃതികളാണ് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ അൽതാഫ് ഹുസൈൻ ഹാലിയാണ് രചിച്ചത്. ഏതാ ഭാഷ? ഉറുദു ഭാഷ. ഉറുദു ഭാഷ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ രചിച്ച കൃതിയാണ് നിബന്ധമാല. PSC നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. നിബന്ധമാല രചിച്ചിരിക്കുന്ന ഭാഷ ഏത്? മറാത്തി ഭാഷ. രചിച്ചതാരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം ഭാഷയിൽ രചിച്ചിരിക്കുന്ന 3 കൃതികൾ: എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. അപ്പൊ 3 കൃതികൾ ഉള്ളപ്പോൾ PSC ചോദിക്കാം, ചുവടെ തന്നിരിക്കുന്നതിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പൊ നമ്മുടെ SCERT തന്നിരിക്കുന്ന, സോഷ്യലിൽ തന്നിരിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികൾ ഏതൊക്കെ? എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഏതാ ഭാഷ? മലയാളം. ഓർക്കുക. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സമ്പാദ കൗമുദി ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. അപ്പൊ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സമ്പാദ കൗമുദി ഏത് ഭാഷയിലാ? ബംഗാളി ഭാഷയിലാണ്. ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സമ്പാദ കൗമുദി ഏത് ഭാഷയിലാ? ബംഗാളി ഭാഷയിലാണ്. ഇനി രാജാറാം മോഹൻ റോയ് മിറാത്തുൽ അക്ബർ പുറത്തിറക്കിയത് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ പേർഷ്യൻ ഭാഷയിലാണ്. മിറാത്ത് ഉൽ അക്ബർ പുറത്തിറക്കിയത് ഏത് ഭാഷയിലാ? പേർഷ്യൻ ഭാഷയിലാണ്. സമ്പാദ കൗമുദി ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷയിൽ. ഈ തന്നിരിക്കുന്ന 2ാമത്തെ ഓപ്ഷനിലെ നീൽ ദർപ്പൺ. നീൽ ദർപ്പണെ പറ്റി PSC ഇങ്ങനെ ചോദിക്കും: ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തിന്റെ ചിത്രീകരണമായ നീൽ ദർപ്പൺ രചിച്ചത് ആര്? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തിന്റെ ചിത്രീകരണമായ നീൽ ദർപ്പൺ രചിച്ചതാരാ? ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്ര.
ഉറുദു ഭാഷയിൽ സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉറുദു ഭാഷയിൽ രചിച്ച ഗാനമാണ് ഏത്? സാരേ ജഹാൻ സെ അച്ച. സാരേ ജഹാൻ സെ അച്ച. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് ആരാണ്? അംഷി നാരായണ പിള്ള. അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാ? അമൃത ഷേർഗിൽ. അമൃത ഷേർഗിലിന്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ആണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാ? അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത്. സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ്. അപ്പൊ നന്ദലാൽ ബോസിന്റെ രണ്ട് ചിത്രങ്ങൾ ഓർക്കുക, ഗ്രാമീണ ചെണ്ടക്കാരനും സതി എന്ന ചിത്രവും. ഗ്രാമീണ ചെണ്ടക്കാരനും സതി എന്ന ചിത്രവും. കാളിദാസന്റെ ശാകുന്തളത്തിൽ നിന്നുള്ള രംഗം ചിത്രീകരിച്ചത് ആരാണ്? രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? ഇവിടെ സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ഉത്തരം. സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഈ ചോദ്യം വന്നിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡ് SCERT സോഷ്യൽ ചാപ്റ്റർ 2 ലോകം 20-ാം നൂറ്റാണ്ടിൽ. അതിൽ പറഞ്ഞിട്ടുണ്ട് ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ഏത്? സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം. സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? തിയോഡർ ഹെർഷൽ. തിയോഡർ ഹെർഷൽ ആണ് സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ജൂതർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം എന്ന ആശയം ആദ്യമായി ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും തിയോഡർ ഹെർഷൽ ആണ്. തിയോഡർ ഹെർഷൽ, ദ ജൂയിഷ് സ്റ്റേറ്റ്. ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകൃതമായ വർഷം ഏതാ? 1948. 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചത്. 1948. ഇപ്പൊ സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയോഡർ ഹെർഷൽ. തിയോഡർ ഹെർഷൽ ജൂതരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വെച്ച തന്റെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ദ ജൂയിഷ് സ്റ്റേറ്റ് ആണ്. ദ ജൂയിഷ് സ്റ്റേറ്റ്. ജൂതർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം വേണമെന്ന ആവശ്യത്തിന് തീവ്രത കൂടി തന്നെ അപ്പൊ ജൂതർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തിന് തീവ്രത കൂടിയതിന്റെ ഫലമായി ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? 1948. 1948. ഇസ്രായേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് പാലസ്തീൻ വിമോചന സംഘടന. PLO, അതായത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? യാസർ അറാഫത്ത്. യാസർ അറാഫത്ത് ആണ് പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ്. യാസർ അറാഫത്തിന്റെ ഒരു കോട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താ അത്? ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവിലകൾ എന്റെ കൈകളിൽ നിന്നും നഷ്ടമാകാതിരിക്കട്ടെ. ഇതാരാ പറഞ്ഞത്? യാസർ അറാഫത്ത് ആണ്. ആരാണ് യാസർ അറാഫത്ത്? പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആണ് യാസർ അറാഫത്ത്. യാസർ അറാഫത്ത്. ഇപ്പൊ രാഷ്ട്രീയ സിയോണിസത്തെ ലോകത്താകമാനം വ്യാപിപ്പിച്ച ജൂത നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് തിയോഡർ ഹെർഷൽ ആണ്. സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? അതും തിയോഡർ ഹെർഷൽ ആണ്. ഇനി ഒരു കരാറിനെ പറ്റി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ആ കരാറിന്റെ പേരാണ് ഓസ്ലോ കരാർ. എന്താ ഈ ഓസ്ലോ കരാർ? 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഈ ഓസ്ലോ കരാർ പ്രകാരമാണ് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകിയത്. അപ്പൊ ഏത് കരാറ് പ്രകാരമാണ് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകിയത് എന്ന് ചോദിച്ചാൽ ഓസ്ലോ കരാർ പ്രകാരമാണ്. ഓസ്ലോ കരാർ ഒപ്പുവെച്ച വർഷം ഏതാന്ന് ചോദിച്ചാൽ 1993. 1993. അടുത്ത ചോദ്യം, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിത്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് ബെനിറ്റോ മുസോളിനിയാണ്. ബെനിറ്റോ മുസോളിനി.
ആരാ ബെനിറ്റോ മുസോളിനി? ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബെനിറ്റോ മുസോളിനി. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബെനിറ്റോ മുസോളിനി. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗത്തിന്റെ പേരാണ് ബ്ലാക്ക് ഷർട്ട്സ്. അപ്പൊ ബ്ലാക്ക് ഷർട്ട്സ് അഥവാ കരിങ്കുപ്പായക്കാർ രൂപീകരിച്ചത് ആര്? ബെനിറ്റോ മുസോളിനിയാണ് ബ്ലാക്ക് ഷർട്ട്സ് അഥവാ കരിങ്കുപ്പായക്കാർ രൂപീകരിച്ചത്. ഫാസിസം എന്ന വാക്ക് ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്ന്? ലാറ്റിൻ പദമായ ഫാസസിൽ നിന്ന് ഉത്ഭവിച്ച വാക്കാണ് ഫാസിസം. ഫാസസ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നതാണ്. അപ്പോൾ പുരാതന റോമിലെ അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു ഈ ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും. അതിൽ നിന്നാണ് ഫാസിസം എന്ന വാക്ക് ഉത്ഭവിച്ചത്. അപ്പൊ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബെനിറ്റോ മുസോളിനിയാണ്. ഫാസിസം ഉടലെടുത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റലിയാണ്. ഫാസിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ബെനിറ്റോ മുസോളിനി. കരിങ്കുപ്പായക്കാർ എന്ന സൈനിക വിഭാഗം ആരംഭിച്ചത് ആരാണ്? ബെനിറ്റോ മുസോളിനി. ബെനിറ്റോ മുസോളിനി. ഈ ഫാസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ എതിർത്തതിനെ തുടർന്ന് വധിക്കപ്പെട്ട ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനാര്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റിയോറ്റി. മെറ്റിയോറ്റിയാണ് ഫാസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ എതിർത്തതിനെ തുടർന്ന് വധിക്കപ്പെട്ട ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകൻ. ഇനി ഫാസിസത്തിന്റെ ജർമ്മൻ പതിപ്പ് എന്നറിയപ്പെടുന്നത് നാസിസമാണ്. നേതാവാര? അഡോൾഫ് ഹിറ്റ്ലർ. നാസിസത്തിന്റെ വക്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ അഡോൾഫ് ഹിറ്റ്ലർ. അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആത്മകഥയുടെ പേരാണ് മെയിൻ കാംഫ്. മെയിൻ കാംഫ് എന്നതാണ് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആത്മകഥയുടെ പേര്. അപ്പൊ നാസിസം ഏത് രാജ്യത്ത് നിലനിന്ന പ്രസ്ഥാനമായിരുന്നു? ജർമ്മനി. ഫാസിസം ഏത് രാജ്യത്ത് നിലനിന്ന പ്രസ്ഥാനമായിരുന്നു? ഇറ്റലി. ഓരോന്നും ചോദ്യങ്ങളാണ്. ഹോളോകാസ്റ്റ് എന്ന പേരിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല നടത്തിയതാര്? അത് ഹിറ്റ്ലർ ആണ്. അപ്പൊ ഹോളോകാസ്റ്റ് എന്ന പേരിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല നടത്തിയതാരാണ്? ഹിറ്റ്ലർ ആണ്. ഹോളോകാസ്റ്റിന് വേണ്ടി ഹിറ്റ്ലർ നിയോഗിച്ച സൈന്യത്തിന്റെ പേരാണ് ബ്രൗൺ ഷർട്ട്സ് അഥവാ തവിട്ടുകുപ്പായക്കാർ. തവിട്ടുകുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷർട്ട്സ്. ജൂത കൂട്ടക്കൊലയ്ക്ക് വേണ്ടി ഹിറ്റ്ലർ രൂപം നൽകിയ രഹസ്യ സൈന്യത്തിന്റെ പേരെന്താ? ഗസ്റ്റപ്പോ. ഗസ്റ്റപ്പോ എന്ന രഹസ്യ സൈന്യത്തിന് രൂപം നൽകിയത് ഹിറ്റ്ലർ ആണ്. അപ്പൊ ജൂത കൂട്ടക്കൊലയ്ക്ക് വേണ്ടി ഹിറ്റ്ലർ രൂപം നൽകിയ രഹസ്യ സൈന്യത്തിന്റെ പേരാണ് ഗസ്റ്റപ്പോ. ഗസ്റ്റപ്പോ. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ടതാര്? അതും ഹിറ്റ്ലർ തന്നെയാണ്. അപ്പൊ ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ടതാരാ? ഹിറ്റ്ലർ ആണ്. ഹിറ്റ്ലർ. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണങ്ങൾ ലഭിച്ച ഡയറി കുറിപ്പുകൾ എഴുതിയ പെൺകുട്ടിയുടെ പേരാണ് ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക്. ഇപ്പൊ ആൻ ഫ്രാങ്കും സഹോദരിയും അടയ്ക്കപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഓരോന്നും ചോദ്യങ്ങളാണ്. ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് ആൻ ഫ്രാങ്കും സഹോദരിയും അടയ്ക്കപ്പെട്ടിരുന്നത്. ഇനി ഒരു മലയാളിയുണ്ട്, ചെമ്പകരാമൻ പിള്ള. എന്താണ് പ്രാധാന്യം? കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യ മന്ത്രിയായിരുന്നു ഈ ചെമ്പകരാമൻ പിള്ള. നാസികളാൽ വധിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയനായിരുന്നു ആര്? ചെമ്പകരാമൻ പിള്ള. ചെമ്പകരാമൻ പിള്ള. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ പഠിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം നടന്നത് 1939 മുതൽ 45 വരെയാണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്ന്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്ന് ഏതാണ്? പതിറ്റുപത്താണ്. പതിറ്റുപത്ത്. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് പതിറ്റുപത്ത്. പതിറ്റുപത്ത്. സംഘകാല കൃതികളാണ് ഈ പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്, ചിലപ്പതികാരം എന്നിവ.
ഇതിൽ 10 8 തൊക്കൈ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. 8 തൊക്കൈ, അകനാനൂറ്, പുറനാനൂറ്, 10 എന്നിവ 8 തൊക്കൈ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ചിലപ്പതികാരം മഹാകാവ്യമാണ്. ചിലപ്പതികാരം മാത്രമല്ല, മണിമേഖല, ചിലപ്പതികാരവും മണിമേഖലയും മഹാകാവ്യമാണ്. മഹാകാവ്യം. അപ്പൊ ഈ ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ ആരായിരുന്നു ഇവർ? പ്രാചീന തമിഴകത്തെ വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്ന 3 പ്രധാന അധികാര കേന്ദ്രങ്ങൾ, അതായത് മൂവേന്തന്മാർ എന്നറിയപ്പെട്ടത് ആരൊക്കെയാണ്? ചേര, ചോള, പാണ്ഡ്യ. ചേര, ചോള, പാണ്ഡ്യ. ഓക്കെ, അപ്പൊ കൃതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 10 പുറനാനൂറ്, അകനാനൂറ് എന്നിവ 8 തൊക്കയിൽ ഉൾപ്പെടുന്നു. ചിലപ്പതികാരം, മണിമേഖല എന്നിവ മഹാകാവ്യങ്ങളാണ്. ഇതിൽ വ്യാകരണ ഗ്രന്ഥം ഏതാ? തൊൽക്കാപ്യമാണ്. തൊൽക്കാപ്യമാണ് വ്യാകരണ ഗ്രന്ഥം. തൊൽക്കാപ്യം വ്യാകരണ ഗ്രന്ഥം. ഓക്കെ, ചിലപ്പതികാരം രചിച്ചത് ആരാ? ഓപ്ഷൻ 4 ചിലപ്പതികാരം. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികളാണ്. ഇളങ്കോവടികളാണ് ചിലപ്പതികാരം രചിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലിയ ചരിതമാണ്. ഏതാണ് ഗ്രന്ഥം? മൂഷക വംശകാവ്യമാണ്. മൂഷക വംശകാവ്യം. ഒള്ളി 2 ആണ് ഉത്തരം. അപ്പൊ 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലിയ ചരിതമാണ്. ഉത്തരം ഏതാണ്? മൂഷക വംശകാവ്യം. മൂഷക വംശകാവ്യം രചിച്ചത് ആര്? അതുലൻ. അതുലനാണ് മൂഷക വംശകാവ്യം രചിച്ചത്. അതുലൻ. ഓർക്കുക. ഓപ്ഷൻ സി മൂന്നാമത്തത് തുഹഫത്തുൽ മുജാഹിദീൻ. തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അറബി ഭാഷയിൽ 16-ാം നൂറ്റാണ്ടിൽ രചിച്ച കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. തുഹഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അവർ നടത്തിയ അതിക്രമങ്ങളും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളും പ്രതിപാദ്യ വിഷയമായ കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. ചിലപ്പതികാരം രചിച്ചത് ആരാണെന്ന് പറഞ്ഞു? ഇളങ്കോവടികളാണ് ചിലപ്പതികാരം രചിച്ചത്. സംഘം കൃതികളുടെ പേരൊക്കെ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ 100-ലധികം ഫാക്ട്സ് ആണ് ഈ ഒറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒറ്റ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.